മണിപ്പൂരിൽ ഇന്നലെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. എന്താണ് രാഷ്ട്രപതി ഭരണം? എപ്പോഴാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുന്നത്? എങ്ങനെയാണ് രാഷ്ട്രപതി ഭരണകാലത്ത് സംസ്ഥാന ഭരണം മുന്നോട്ട് പോവുക? ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പനുസരിച്ച് സംസ്ഥാന ഭരണം കേന്ദ്ര സർക്കാർ ഗവർണർ വഴി നേരിട്ട് ഏറ്റെടുക്കുന്നതിനെയാണ് രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്നത്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സാധാരണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താറുള്ളത്. ക്രമസമാധാന പാലനത്തിൽ പരാജയപ്പെടുകയോ രാഷ്ട്രീയ അസ്ഥിരതയോ ഭരണ തകർച്ചയോ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനും രാഷ്ട്രപതി ഈ അധികാരം ഉപയോഗിക്കാറുണ്ട്. തുടക്കത്തിൽ 6 മാസത്തേക്കാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താറുള്ളത്. ഓരോ 6 മാസത്തിലും പാർലമെന്റിന്റെ അംഗീകാരത്തോടെ കാലയളവ് 3 വർഷം വരെ നീട്ടാം. രാഷ്ട്രപതി ഭരണം 1 വർഷത്തിനിപ്പുറം നീട്ടണമെങ്കിൽ പ്രത്യേക വ്യവസ്ഥകളോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പാർലമെന്റിന്റെയും അംഗീകാരം ആവശ്യമാണ്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് വേണ്ടി ഗവർണറാണ് സംസ്ഥാനം ഭരിക്കുന്നത്. പ്രസ്തുത കാലയളവിൽ പാർലമെന്റാണ് സംസ്ഥാനത്തിനായി നിയമങ്ങൾ നിർമ്മിക്കുന്നത്. പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രപതി ഭരണം പിൻവലിക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ വിവിധ സംസ്ഥാനങ്ങളിലായി 135 തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1951 പഞ്ചാബിലാണ് ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. കേരളത്തിൽ 1959 തുടങ്ങി 7 തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിപ്പൂരിലാണ് ഏറ്റവും അധികം തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ പ്രഖ്യാപിച്ചതടക്കം 11 തവണയാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശിൽ 10 തവണയും ജമ്മുകശ്മീരിൽ 9 തവണയും പഞ്ചാബിലും ബീഹാറിലും 8 തവണ വീതവും രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 വർഷത്തിലേറെക്കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന ജമ്മു കശ്മീരിലാണ് ഏറ്റവും ദൈർഘ്യമേറിയ ഭരണം. റിസർച്ച് ഡെസ്ക് 24.